ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീണ്ടും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. കർക്കിടകമൊക്കെ തീരാറായല്ലേ. ഏതാണ്ട് 1-2-3 ദിവസമൊക്കെ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കൂട്ടുകാരെല്ലാവരും കർക്കിടകക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നോ? ഞാനിന്ന് കർക്കിടകക്കഞ്ഞിയല്ല, ഒരു ഉലുവാക്കഞ്ഞിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇലമരുന്നുകളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. 1-2 കൂട്ടം പൊടിമരുന്നുകൾ മാത്രമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ അരി ചേർത്തല്ല കഞ്ഞി ഉണ്ടാക്കുന്നത്, നുറുക്ക് ഗോതമ്പ് ചേർത്താണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പം നുറുക്ക് ഗോതമ്പും ചെറുപയറും ഉലുവയൊക്കെ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അയമോദകവും ശതകുപ്പയുമാണ് ഞാൻ പാത്രത്തിൽ കാണിച്ചത്. അടുപ്പിൽ മൺകലത്തിൽ വെള്ളം വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കും ഉലുവയും ചെറുപയറും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ 8-10 മണിക്കൂർ മുമ്പ് തന്നെ ഇതെല്ലാം വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ കലത്തിലെ വെള്ളം തിളയ്ക്കാനൊന്നും നോക്കി നിൽക്കേണ്ട, ഒരുമിച്ച് തന്നെ ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. 1-2 തിളയൊക്കെ തിളച്ച് നല്ലതുപോലെ അത് പതഞ്ഞ് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് തവി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വീണ്ടും അത് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കണം. കഞ്ഞി വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്നുകൂടെ ഇളക്കി നോക്കാം. കഞ്ഞി ഒരുവിധം നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ നല്ലതായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടി തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പം തേങ്ങ തിരുമ്മി എടുക്കുവാണേ. അങ്ങനെ ഞാൻ 1 മുറി തേങ്ങ ഇതിന് വേണ്ടി തിരുകി എടുക്കുന്നുണ്ട്. എത്ര നമ്മൾ കൂടുതൽ തേങ്ങാപ്പാൽ ചേർക്കുന്നോ അത്രയും നല്ല രുചിയാണ് കഞ്ഞിക്ക്. എന്നിട്ട് ഞാൻ അതൊരു നല്ല വെളുത്ത തുണിയിൽ നല്ലതുപോലെ മുറുക്കി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇനി നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് അടുപ്പത്ത് അധിക സമയം വെക്കരുത്, നമുക്ക് അത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ട് മരുന്ന് പൊടി വേണം. ആ മരുന്ന് പൊടിയിൽ എനിക്കുള്ളത് അയമോദകവും ശതകുപ്പയും നല്ല ജീരകത്തിൻ്റെ പൊടിയുമാണ് നമ്മൾ ചേർക്കേണ്ടത്. അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇത് മൂന്നും നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ട് നമുക്ക് നല്ലപോലെ അത് പൊടിച്ചെടുക്കാം. ആ പൊടി നമ്മൾ കഞ്ഞിയിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കണം. എന്തിനാണെന്ന് ആ മൺകലത്തിൻ്റെ ചൂടൊക്കെ കൊണ്ട് ആ കഞ്ഞി നല്ലതുപോലെ ഒന്ന് കുറുകി പാകമായിട്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ചുവന്നുള്ളി ഒന്ന് വറുത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ചുവന്നുള്ളി വറുത്ത് ചേർക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു രുചിയാണ് ആ കഞ്ഞിക്ക് കിട്ടുന്നത്. നെയ്ക്കകത്ത് കിടന്ന് ചുവന്നുള്ളിയൊക്കെ നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത ഉള്ളി നമുക്ക് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചെറു ചൂടോടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉലുവാക്കഞ്ഞി നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈ മാസത്തിൽ ഇങ്ങനെ ഉലുവാക്കഞ്ഞിയും കർക്കിടകക്കഞ്ഞിയും ഒന്നും കഴിച്ചിട്ടില്ലാത്ത കൂട്ടുകാർ ഇതൊന്ന് വെച്ച് കഴിച്ച് നോക്കണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ കഞ്ഞി ശരീരത്തിന് ഏറെ ഗുണകരവും അതിലേറെ രുചികരവുമാണ് കേട്ടോ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഞ്ഞി ഒന്ന് വെച്ച് കഴിച്ച് നോക്കണം. എന്നിട്ട് എല്ലാവരും എന്നെ കൂടുതൽ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.